മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, ദൈവം മനുഷ്യന് നൽകിയ സ്നേഹത്തിന്റെ ഉടമ്പടിയാണ് 10 കൽപ്പനകൾ. അതിലാദ്യത്തെ 3 കൽപ്പനകൾ ദൈവത്തോടുള്ള നമ്മുടെ കടമകളെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് 3-ാമത്തെ കൽപ്പനയെക്കുറിച്ചാണ്. കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. പഴയ നിയമത്തിൽ ഇത് ശബ്ബത്ത് ആചരണമായിരുന്നു. ദൈവം 6 ദിവസം കൊണ്ട് ലോകസൃഷ്ടി പൂർത്തിയാക്കി 7-ാം ദിവസം വിശ്രമിച്ചുവെന്ന് ഉൽപ്പത്തി പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ഈശോ മിശിഹ മരണത്തെ വിജയിച്ച് ഉത്ഥാനം ചെയ്ത ഞായറാഴ്ചയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ ദിവസം. ഈ കൽപ്പന പ്രധാനമായും 2 കാര്യങ്ങളാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്. ഒന്നാമതായി, അത് ആരാധനയ്ക്കുള്ള സമയമാണ്. കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കാനുള്ള ഏറ്റവും വലിയ വഴി വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുക എന്നതാണ്. കത്തോലിക്കാ സഭയുടെ നിയമമനുസരിച്ച് ഞായറാഴ്ചകളിലും കടപ്പെട്ട തിരുനാളുകളിലും വിശുദ്ധ കുർബാനയിൽ പൂർണ്ണമായും സജീവമായും പങ്കുചേരാൻ വിശ്വാസികൾക്ക് കടമയുണ്ട്. ഇത് വെറുമൊരു ചടങ്ങല്ല, മറിച്ച് നമുക്ക് ജീവൻ നൽകിയ ദൈവത്തിന് നന്ദി പറയാനും അവിടുത്തെ വചനം കേൾക്കാനും അവിടുത്തെ സ്വീകരിക്കാനും ലഭിക്കുന്ന വലിയൊരവസരമാണ്. രണ്ടാമതായി, ഈ കൽപ്പന വിശ്രമത്തെയും സന്തോഷത്തെയും കുറിച്ചാണ് പറയുന്നത്. കഠിനമായ ശാരീരിക അധ്വാനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും ശരീരത്തിനും മനസ്സിനും പുതുജീവൻ നൽകാനും ഈ ദിവസം ഉപയോഗിക്കണം. എന്നാൽ ഈ വിശ്രമം വെറുതെ ഇരിക്കലല്ല, മറിച്ച് ആഴ്ച മുഴുവൻ ജോലിയും തിരക്കുമായി ഓടുന്ന നമ്മൾ കുടുംബാംഗങ്ങൾക്കിടയിലെ ബന്ധങ്ങൾ പുതുക്കാനും അവർക്കൊപ്പം സമയം ചെലവഴിക്കാനും ഈ സമയം ഉപയോഗിക്കണം. അതോടൊപ്പം രോഗികളെ സന്ദർശിക്കാനും ഒറ്റപ്പെട്ടവർക്ക് കൂട്ടുനൽകാനും തുടങ്ങിയ കാരുണ്യപ്രവർത്തികൾക്കായി ഈ ദിവസം മാറ്റിവയ്ക്കുന്നത് ഉചിതമാണ്. ആധുനിക ലോകത്ത് ഞായറാഴ്ചകൾ ഷോപ്പിങ്ങിനും വെറും വിനോദങ്ങൾക്കും മാത്രമായി മാറുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടതുണ്ട്. മനുഷ്യൻ ശബ്ബത്തിനു വേണ്ടിയല്ല, ശബ്ബത്ത് മനുഷ്യനു വേണ്ടിയാണ് എന്ന് ഈശോ പഠിപ്പിച്ചു. അതായത് ദൈവവുമായുള്ള നമ്മുടെ ബന്ധം ഊട്ടിയുറപ്പിക്കാനും മനുഷ്യത്വത്തിൽ വളരാനും വേണ്ടിയാണ് ഈ ദിവസം ദൈവം നമുക്കായി നൽകിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞായറാഴ്ച ആചരണം നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ശക്തി കേന്ദ്രമാണ്. ഈ ദിവസം നാം ദൈവത്തിനായി മാറ്റിവെക്കുമ്പോൾ വരാനിരിക്കുന്ന ആഴ്ചയെ മുഴുവൻ അനുഗ്രഹപ്രദമാക്കാൻ ദൈവം നമ്മെ സഹായിക്കും. വിശുദ്ധ കുർബാനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും വിശ്രമത്തിലൂടെയും കർത്താവിന്റെ ദിവസം നമുക്ക് അർത്ഥവത്തായി ആഘോഷിക്കാം. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.